ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പൊറോട്ടയും ചില്ലി ചിക്കനും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചില്ലി ചിക്കന് പൊതുവേ ചെറിയ പീസസ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കി മുറിച്ച് വെച്ചേക്കുന്നതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അതെല്ലാം നന്നായിട്ടൊന്ന് എത്തിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനിലെല്ലാം ഇത് നന്നായിട്ട് കോട്ടായി കിട്ടണം. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട, അതിനകത്തുള്ള വെള്ളം മാത്രം മതി. നന്നായിട്ടിത് കോട്ടായി കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാ ഭാഗത്തും നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണ്ട, നന്നായിട്ടൊന്ന് വെന്ത് നല്ല രീതിയിലൊന്നായി കിട്ടിയാൽ മതി നമ്മുടെ ചിക്കൻ. ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചസ് ആയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മുടെ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ടങ്ങ് ഫ്രൈ ആയി പോവുകയും ചെയ്ത് അപ്പോൾ ഒരുപാട് ഹാർഡായി പോവും. അപ്പോൾ ഇത് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ 2 ബാച്ചസും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം ആ സെയിം പാനിലോട്ട് തന്നെ ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ സവോള ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചതും ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അത്രയും നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വഴണ്ട് പോവരുത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ്. ഓയിൽ ഒരുപാട് അങ്ങ് തണുത്ത് പോകാതിരിക്കാൻ നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസ് സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയൊക്കെ കിട്ടും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊണ്ടുവരാം. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പം നമ്മളിതിലേക്ക് ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മളിനി ഇതിലേക്ക് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസ് ചേർക്കുമ്പം സൂക്ഷിച്ച് ചേർക്കണം. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം.
1-2 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്കിപ്പം 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ചൊന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു നേരത്ത് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ കലക്കിയതാണ് ചേർക്കാൻ പോകുന്നത്. 2 ടീസ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി വരണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ചേർത്ത കോൺഫ്ലവർ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കോൺഫ്ലവർ കലക്കി ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. ഇപ്പോൾ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചിക്കനും ചേർത്തതിന് ശേഷം ആ ചിക്കനൊക്കെ ആ ഗ്രേവി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മളുടെ ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഇതിൻ്റെ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു നേരത്ത് ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കവും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇഷ്ടം അനുസരിച്ച് കഴിച്ചാൽ മാത്രം മതി. വയറ് നിറയെ കഴിക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ചില്ലി ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.